ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രീരാമനോട് വഴക്കുണ്ടാക്കുന്നു. ഒരു ദിവസം അമ്മിക്കല്ല് തലയിലേക്ക് വരുന്ന, ക്യാമറമാൻ്റെ തലയിലേക്ക് അമ്മിക്കല്ല് പറന്നു വരുന്നത് കാണാമെന്ന് ഞാൻ ശ്രീരാമൻ ഗീതയും മാൾട്ടിയെ കുറിച്ച് ഇങ്ങനെ എഴുതുകയാണ്. മാൾട്ടിയും ഗീതയും തമ്മിലുള്ള ഡയലോഗ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇട്ടു, ഒരു ദിവസം അമ്മിക്കല്ല് പറന്ന് ക്യാമറാമാൻ്റെ തലയിൽ വീഴുന്നത് കാത്തിരിക്കുകയാണ് ഞാനെന്ന് പറഞ്ഞു. അതിൻ്റെ താഴെ അതിന് ഒരുപാട് പേര് അതിന് വളരെ സന്തോഷത്തോടെ സ്മൈൽ ചെയ്യുന്നു. അപ്പോൾ ശ്രീരാമൻ അതിനൊരു ഭയങ്കര ആംഗ്രി ഐക്കണാണ് ഇട്ടത്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ശ്രീരാമൻ്റെ എഴുത്തുകൾ വായിക്കുമ്പോൾ ശ്രീരാമൻ കാണുന്ന ഒരു ലോകത്തെയാണ് നമ്മൾ, അതൊരു ലോകം അവിടെ ഉള്ള ഒരു ലോകമാണ്, ഒരു ഭൗതിക ലോകം അവിടെ ഉള്ളതാണെങ്കിലും അത് ക്യാമറ കണ്ണിലൂടെ കാണുന്ന ശ്രീരാമൻ കാണുന്ന ലോകത്തെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ നോട്ടീസിങ്ങിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും പേര് എത്ര വിശദമായിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പിന്നെ ആലോചിക്കായിരുന്നു ഇനി ഞാനെന്താ പറയുക, അപ്പോൾ എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ നോട്ടീസിങ് എന്ന് പറയുന്നത് സീരിയസ് നോട്ടീസിങ്, സീരിയസ് അല്ലാത്ത നോട്ടീസിങ് ഉണ്ട്. സീരിയസ് നോട്ടീസിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ്. അത് 3 തരത്തിൽ, എസ്തെറ്റിക് നോട്ടീസിങ് ഉണ്ട്, ഹ്യൂമൻ നോട്ടീസിങ് ഉണ്ട്, മെറ്റാഫിസിക്കൽ നോട്ടീസിങ് ഉണ്ട്. ഈ എസ്തെറ്റിക് നോട്ടീസിങ് എന്ന് പറയുന്നതാണ് ശരിക്കും ഫിക്ഷൻ്റെ അടിക്കല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഥയോ കവിതയോ എഴുതാൻ തുടങ്ങുന്ന ഒരാൾക്ക് അവർക്ക് ചെറുപ്പകാലം മുതലേ ഈ എസ്തെറ്റിക് നോട്ടീസിങ് ഉണ്ടെങ്കിൽ മാത്രമേ അത് എഴുതാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സൗന്ദര്യാത്മകമായ ഒരു നോട്ടം, ഒരു നോട്ടീസിങ്, വളരെ സീരിയസ് ആയിട്ടുള്ള, കാണുന്നതിനെ വളരെ ലളിതമായിട്ട്, ഗോപീഷ്ണൻ പറഞ്ഞു വളരെ ഗോപീഷ്ണ റഫീഖോ ആരോ പറഞ്ഞു ലളിതമായിട്ട് എഴുതാനാണ് ഏറ്റവും പ്രയാസം. പക്ഷേ ആ ലളിതമായിട്ട് എഴുതുമ്പോൾ പോലും അതിനകത്ത് വളരെ ഗൗരവമായ കാഴ്ചകളാണ്, വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാഴ്ചകളാണ് വരുന്നത്. ഓരോന്നിൻ്റെയും ഇടയ്ക്ക് ഓരോ കൊട്ടുണ്ട്, ഓരോ കൊളുത്തുണ്ട്. ഈ ഓരോ നാരിനും 100 നാവെന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഓരോ നാവിനും 100 നാരുണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ്. പെണ്ണുങ്ങളുടെ ഭാഷയെക്കുറിച്ചാണ് സാധാരണ അങ്ങനെ പറയുന്നത്. പെണ്ണുങ്ങൾ പറയുമ്പോൾ ഓരോ നാവിനും 100 നാരുണ്ട്. അവർ എന്തൊക്കെ അർത്ഥം വെച്ചിട്ടാണ് പറയുക എന്നുള്ളത് പിന്നെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് ശരിക്കറിയാം. അവൾ വാ തുറക്കുന്നുണ്ട്, ഇത്തിരി സൂക്ഷിക്കണം എന്ന് അവർക്കൊക്കെ അറിയാവുന്നത് ഈ നാവിന് 100 നാരുള്ളത് കൊണ്ടാണ്. ശ്രീരാമൻ്റെ എഴുത്തിന് ഇതുപോലെ 100 നാരുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഒന്ന് പറയുമ്പോൾ ഇത് ആർക്കിട്ടാണ് വെക്കുന്നത്, ഇത് ആർക്കിട്ടോ ഉള്ള ഒരു കൊളുത്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഈ എസ്തെറ്റിക് നോട്ടീസിങ്ങിൽ നിന്ന് ഹ്യൂമൻ നോട്ടീസിങ്ങിലേക്കും അവിടെ നിന്ന് മെറ്റാഫിസിക്കൽ നോട്ടീസിങ്ങിലേക്ക് വരുമ്പോഴാണ് ആ ബിൽഡിങ് അല്ലെങ്കിൽ ആ പിന്നെ സാഹിത്യ രൂപം എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ആ മെറ്റാഫിസിക്കൽ നോട്ടീസിങ്ങിൽ എത്തുമ്പോഴാണ്. നമ്മൾ പലപ്പോഴും കുട്ടികളെ ഇപ്പോൾ പിന്നെ മോളിതിലിങ്ങനെ താരമേതിലിങ്ങനെ ഓടി നടക്കുമ്പോൾ ഞാൻ ഓർക്കുക, താരമേ ആരും തടയുന്നില്ല. ആ കുട്ടിക്ക് ചിലപ്പോൾ ആ നോട്ടീസിങ്ങിനുള്ള ഒരു സിദ്ധി ഉണ്ടാവും. ഇങ്ങനെ അലയാൻ അനുവദിച്ചാൽ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പണ്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞങ്ങൾ 5 പെൺകുട്ടികളും ഒരു സഹോദരനുമാണുള്ളത്. ഈ 5 പെൺകുട്ടികളെയും അച്ഛൻ നിരത്തി മതിലിൻ്റെ അവിടെ, സന്ധ്യയ്ക്ക് നല്ല നഗരമധ്യത്തിലാണ് വീട്. അപ്പോൾ ആ മതിലിൻ്റെ അവിടെ അച്ഛൻ ഒരു ചാരി കസേര ഇട്ടിരിക്കും. ഞങ്ങളെ 5 പെൺപിള്ളേരെ അവിടെ നിർത്തും. അപ്പോൾ അമ്മ പറയും, ഇതെന്താ ഇങ്ങനെ ലേഡീസ് ഹോസ്റ്റൽ പോലെ പെൺപിള്ളേരെല്ല ഇറക്കി ഇങ്ങനെ വഴി നിർത്തിയിരിക്കുന്നത്, ഇതുങ്ങളൊക്കെ ഇങ്ങനെ റോഡിലേക്ക് നോക്കി നിന്നാണോ വളർത്തേണ്ടതെന്ന് ദേഷ്യപ്പെടുമ്പോൾ അച്ഛൻ പറയും, അവർ റോഡിലേക്ക് നോക്കുകയും മനുഷ്യരെ കാണുകയും മാത്രമല്ല, അവരെ മനുഷ്യരും കാണണം. പെൺകുട്ടികളെ ആരും കാണാതെയല്ല വളർത്തേണ്ടത്, അവരെ മനുഷ്യർ കാണട്ടെ, അവർ മനുഷ്യരെയും കാണട്ടെ, അവർ കാര്യങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ഈ മോള് നടക്കുമ്പോൾ തടയാതെ ഇരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. എൻ്റെ ഒരു നോട്ടത്തെയും എൻ്റെ അച്ഛൻ തടഞ്ഞിട്ടില്ല, ഏത് നോട്ടത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അവൾ അതും വായിച്ചോട്ടെ. ഇന്ദ്രജിത്തിൻ്റെ എത്രയെത്ര മതാലസരാത്രികൾ എന്ന് പറഞ്ഞിട്ടൊരു കഥ വരുമായിരുന്നു, ഒരു തുടരൻ വരുമായിരുന്നു കേരള ശബ്ദത്തിൽ. അപ്പോൾ കേരള ശബ്ദം എന്ന് പറയുന്ന അന്നത്തെ വലിയ രാഷ്ട്രീയ വാരികയാണ്. ഈ രാഷ്ട്രീയ വാരിക അതിൻ്റെ പുറത്ത് EMSൻ്റെയും അച്യുതാനന്ദൻ്റെയും AK ഗോപാലൻ്റെയും പിന്നെ സുന്ദരയ്യയുടെയും അങ്ങനെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പടവുമായിട്ട് രാഷ്ട്രീയ കവർ സ്റ്റോറിയുമായിട്ടാണ് വരുന്നത്. പക്ഷെ ഞാനതിനകത്ത് വായിക്കുന്നത് ഈ എത്ര മതാലസരാത്രികളാണ്. പച്ചയ്ക്ക് ഇക്കിളി വരുത്തുന്ന എന്താ കഥ എന്ന് പറയുന്നത്, കമ്പിക്കഥ എന്ന് പറയില്ലേ, അതാണ് അതിനകത്ത് വരുന്നത്. അപ്പം വീട്ടിലാരും കാണാതെ ഇതെടുത്ത് വെച്ച് വായിക്കും. അമ്മയ്ക്കാണെങ്കിൽ പേടി, പെൺകുട്ടികൾ ഇതെല്ലാം വായിക്കുമല്ലോ, ഇതൊക്കെ വായിച്ചാൽ ഈ പെണ്ണ് ചീത്തയായിപ്പോൾ. ഈ പെണ്ണെന്ന് എന്നെക്കുറിച്ചേ പേടിയുണ്ടായിരുന്നുള്ളൂ, എൻ്റെ സഹോദരങ്ങളെക്കുറിച്ചൊന്നും അത്രയ്ക്ക് പേടിയുണ്ടായിരുന്നില്ല. ഈ പെണ്ണ് ചീത്തയായി പോകും. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ അവൾ വായിച്ചിട്ട് തിരിച്ചറിയട്ടെ, ഇങ്ങനെയും ഉണ്ട്, ഞാൻ എത്ര ഒളിച്ചു വെച്ചാലും അവൾ എന്തെങ്കിലും ഇതെടുത്ത് വെച്ച് വായിക്കും. അച്ഛനത് അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള ആ നോട്ടീസിങ്ങിന് കുട്ടികളെ അനുവദിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അച്ഛൻ അനുവദിച്ചു തന്ന ആ സ്വാതന്ത്ര്യം എൻ്റെ വായനയെയോ എൻ്റെ കാഴ്ചകളെയും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ഈ സീരിയസ് നോട്ടീസിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സീരിയസ് നോട്ടീസിങ് ഉള്ളവർക്ക് മാത്രമേ എപ്പോഴെങ്കിലും ഫിക്ഷനിൽ എന്തെങ്കിലും ആയി തീരാൻ കഴിയുള്ളൂ.
കോലറ്റ് എന്ന് പറയുന്ന വളരെ പ്രശസ്തയായ എഴുത്തുകാരി നോക്ക് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാരീസിലെ ഏറ്റവും വലിയ ഇടിയും മഴയുമുള്ള ഒരു രാത്രിയിൽ അവർ മരിക്കുന്നത്, 90-ാമത്തെ വയസ്സിൽ അവർ മരിക്കുന്നത് നോക്ക് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ നോട്ടത്തിൻ്റെ പ്രാധാന്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ സാറാ ടീച്ചറുടെ എഴുത്ത് വായിക്കുമ്പോൾ എല്ലാം ഓർക്കും. നോട്ടത്തിൻ്റെ പ്രാധാന്യമാണ്. അവർ കുട്ടിക്കാലം മുതൽ അവർ നോക്കിക്കൊണ്ടിരുന്നതാണ് അവർ എഴുതുന്നത്. ഇപ്പോൾ ശ്രീരാമൻ്റെ എഴുത്തുകളിൽ ഈ നോട്ടം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഈ നവതരംഗ സിനിമയുടെ ഭാഗമായിട്ട് മലയാളത്തിലേക്ക് വരികയും മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായ ഏറ്റവും ലോകപ്രശസ്തരായിട്ടുള്ള എല്ലാ സംവിധായകരുടെയും സിനിമകളിൽ ചെറുതെങ്കിലും ആയിട്ടുള്ള വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്ത ശ്രീരാമന് തീർച്ചയായിട്ടും ഈ മാൾട്ടിയുടെയും ആകയാൽ സുപ്രഭാതവും എഴുതിയതുപോലെ തന്നെ സിനിമയ്ക്കുള്ളിലെ ചെറിയ ചെറിയ കഥകൾ എഴുതാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തീർച്ചയായിട്ടും കുന്നംകുളത്തിൻ്റെ ചരിത്രം പോലെ തന്നെ പ്രാധാന്യമുള്ളതാകും. ചെറിയ ചെറിയ കുറിപ്പുകൾ മാൾട്ടി കുറേശ്ശെ മടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സത്യം ഞാൻ പറയുകയാണ്. അതിൻ്റെ ഭാഷയുടെ ഒരു ആവർത്തനം ചിലപ്പോൾ നമുക്ക് വിരസമായി തുടങ്ങിയിട്ടുണ്ട്. കുറേ കാലമായിട്ട് വായിക്കുന്നതുകൊണ്ടാണ്. പ്രാദേശിക ഭാഷയാണ്. ആ പ്രാദേശിക ഭാഷയുടെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ വായിച്ചത്. പക്ഷേ മാൾട്ടിക്ക് കുറച്ച് നാളത്തേക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് മറ്റൊരു ചരിത്രം എഴുതി തുടങ്ങണം. അത് തീർച്ചയായിട്ടും ശ്രീരാമനെ പോലെ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം സാധിക്കുന്ന ഒന്നായിരിക്കും. പ്രത്യേകിച്ച് ഈ നർമ്മബുദ്ധിയും ഈ കൂർമ്മബുദ്ധിയും ഈ പരിഹാസബുദ്ധിയും ഈ ആത്മപരിഹാസവും എല്ലാം ഉള്ള ഒരാളിന് തീർച്ചയായിട്ടും അത് കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു രഹസ്യം അച്ഛൻ എന്നോട് പറഞ്ഞു, അത് ഞാനിവിടെ പറയുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഈ അച്ഛനും ഞാനും തമ്മിലൊരു ചെറിയ രഹസ്യം പറച്ചിലുണ്ടായി. ഇടയ്ക്ക് എം വി നാരായണ മാഷ് പറഞ്ഞു, ഇങ്ങനെ ഈ പുതിയ മീഡിയയിൽ എഴുതുന്നതിൻ്റെ സ്പേസ് ഇടുന്നതും പടം ഇടുന്നതും ഒക്കെ അറിയാമെന്ന് പറഞ്ഞു. അപ്പം സത്യം മനസ്സിലാക്കണം, ഗീതയാണ് അതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അതിൻ്റെ പിന്നിലെ ബുദ്ധിയും ശക്തിയും വിരലുകൾ ഗീതയുടേതാണ്. ടോൾസ്റ്റോയുടെ ഭാര്യ സോഫിയ ടോൾസ്റ്റോയ് ആയിരുന്നു. ടോൾസ്റ്റോയ്ക്ക് എല്ലാം പൊളിഞ്ഞോ? സോഫിയ ടോൾസ്റ്റോയ് ആയിരുന്നു ടോൾസ്റ്റോയുടെ മുഴുവൻ കഥകളും പകർത്തി എഴുതിക്കൊണ്ടിരുന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കത് പറയാതെ പറ്റില്ല. അച്ഛനാണത് പറഞ്ഞു തന്നതല്ല, ഞാൻ അറിയില്ലായിരുന്നു. ടോൾസ്റ്റോയുടെ ഭാര്യ തുടരെ പ്രസവിക്കുമായിരുന്നു.